السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل إليه. صدق الله مولانا العظيم. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, ഔലിയാക്കളും കറാമത്തും മഹാരഥന്മാരായ ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ പ്രാമുഖ്യം നേടിയ ഒരു കൂട്ടരാണ് അവർ. അള്ളാഹുവിനോട് വലിയ അടുപ്പം സാമീപ്യം കരഗതമാക്കിയ ഒരാളുകളാണ് അവർ. ആ മഹാരഥന്മാര് അവരുടെ ജീവിതമെന്ന് പറയുന്നത് സംശുദ്ധമാണ്. ഇസ്ലാം എന്തു പറയുന്നോ, ദീൻ എന്തു പറയുന്നോ അതനുസരിച്ചുള്ള ജീവിതം ചിട്ടപ്പെടുത്തുകയാണ്. എന്നാൽ ചില മഹാരഥന്മാരായ ഔലിയാക്കളൊക്കെ അവരുടെ ജീവിതങ്ങളൊക്കെ സുഖസുന്ദരമായ ജീവിതങ്ങൾ, അല്ലാഹുവിൽ നിന്ന് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ നേടുന്നു, അല്ലാഹുവിൽ നിന്നുള്ള വലിയ നോട്ടങ്ങൾ അവരിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കന്മാര്, അള്ളാഹുവിൻ്റെ ദാസന്മാരായ ആളുകൾക്ക് ഒരു പേടിയുമില്ല. അവർ സുഖസുന്ദരമായി ജീവിക്കുന്നു, അവർക്ക് ടെൻഷനുകളില്ല. അവർ ജീവിതം മുഴുവൻ സംശുദ്ധമായി കൊണ്ടുള്ള ജീവിതമാണ്. അതുകൊണ്ട് മഹാരഥന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റു രൂപത്തിലാണ്. മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് അല്ലാഹു സൃഷ്ടിച്ച, അല്ലാഹു ആണ് എൻ്റെ നേതാവ്, അല്ലാഹു ആണ് എൻ്റെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചിന്തയിൽ മൊത്തം അല്ലാഹു എന്ന പ്രകൃതിയെ വൽക്കരിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം. മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ അതിൽ നിന്ന് പാഠമുണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതമൊക്കെ തകർന്നു പോയ ജീവിതമാണ്. അവരുടെ ജീവിതം കണ്ടു പഠിക്കണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആ മഹാരഥന്മാരായ ആളുകള് യൗമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ഹയാത്തിൽ ആഖിറ, ജീവിതത്തിൽ വരുന്നതായ ദുന്യവിയായ ജീവിതവും ഉഖറവിയായ ജീവിതത്തിൽ വരുന്നതായ നാളുകളിലൊക്കെ അവരിങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയില്ല, അവർക്ക് പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാരഥന്മാരിങ്ങനെ, ആ മഹാരഥന്മാര് അള്ളാഹുവിലുമായുള്ള ലയിച്ചമായ ആ ധ്യാനത്തിലായിരുന്നു മഹാരഥന്മാർ. അതുകൊണ്ട് അവർക്കാരെയും പേടിയില്ല. രാത്രികളിലും പകലുകളിലും വന്യജീവികളും മൃഗങ്ങളുമൊക്കെ അവരടുത്തേക്ക് സഞ്ചരിക്കുന്നു, യാതൊരു പേടിയും അവർക്കില്ല. ആ മഹാരഥന്മാർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് വലിയൊരു പവിത്രമായ ഒരു നൽകുന്നുണ്ട്. അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. എന്നാൽ മഹാരഥന്മാരെ കറാമത്ത് എന്ന് പറയുന്നത് അത് വലിയ രൂപത്തിലൊക്കെ പറയുന്നുണ്ട്. മഹാനായ ഇബ്നു ഹക്കീം ഇബ്നു ഹക്കാമ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൈത്ത് കാണാം. വഅസ്ബത ലിൽ ഔലിയാ വൽ കറാമ വമൻ അഫഅ മിൻ അംബാൽ കലാമ. ഔലിയാക്കന്മാരിൽ കറാമത്ത് എന്ന് പറയുന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്, യാതൊരു സംശയമില്ല. ആരെങ്കിലും അതിനെ നിഷേധിക്കാൻ വരികയാണെങ്കിൽ, ആരെങ്കിലും അതിനെതിരെയായ സംസാരിക്കുകയാണെങ്കിൽ, മുഅ്മിനേ നീ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ സംസാരം വെറുതെയാണ്. അവന് മുണ്ടണ്ട, അദ്ദേഹത്തിൻ്റെ സംസാരം വെറുതെയാണ്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാർക്ക് വലിയൊരു ഒന്നായി കൊടുത്തതാണ് കറാമത്ത് എന്ന് പറയുന്നത്.
പറയുന്നത്. എന്നാൽ അവരതാ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ അത്യമായി സ്നേഹം പ്രകടനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അല്ലാഹു തിരിച്ചും ഇങ്ങോട്ടും സ്നേഹപ്രകടനം നടത്തുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അവർ അല്ലാഹുവിനോട് നല്ല രൂപത്തിൽ സ്നേഹം നടത്തും, തിരിച്ചിങ്ങോട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹം നടത്തുകയാണ്. അത്രക്കും വലിയ മഹത്വമാണ് ഔലിയാക്കൾ എന്നുള്ളത്. എന്നാൽ ഔലിയാക്കൾ എന്ന് പറയുന്നത് സാധാരണ ആളുകളല്ല. ഔലിയാക്കന്മാരെ അല്ലാഹുവിനോട് ഹബ്ബൂക്കും, തിരിച്ചു അല്ലാഹു ഇങ്ങോട്ടും ഹബ്ബൂക്കും. മലായിക്കത്തീങ്ങളോട് അല്ലാഹു പറഞ്ഞു കൊടുക്കും, നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടോളി, നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടോളി, അവരെ സ്നേഹിച്ചോളി എന്ന് മലായിക്കത്തീങ്ങളോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മലക്കുകളാകെ ഭൂമി ലോകത്താകെ പരത്തും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരെ അത്രയും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ. അതാണ് മഹാരഥന്മാര് പാടിയത്, ആകാശത്തും മേലെ ഭൂമിക്ക് താഴെയും അവരെ കൂടി നീളെ ഒത്തീരമുള്ളവ. എല്ലാ സ്ഥലത്തും അവരുണ്ടാകും, ആകാശത്തും ഭൂമിയിലും ഉണ്ടാകും, എല്ലാ രൂപത്തിലും അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്നാൽ ഈ കാണുന്ന നമ്മുടെ മഹാരഥന്മാര് മറ്റുള്ള ആളുകളൊക്കെ പള്ളിപ്പറമ്പിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ആളുകളെ പോലും ഒരാളെയും അറിയുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ മഹല്ലത്തിൽ നിന്ന് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്? അവരെ നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്നാൽ മഹാരഥന്മാരെ നാം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങള് ആരാണെന്നറിയോ? അവരാണെങ്കിലോ ജീവിതം മുഴുവനും സംശുദ്ധമാക്കിയവരായിരുന്നു. ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയൊരു മഹാനാണ്. ആ മഹാനവറുകൾ ഒരാളും എന്നെ അറിയരുത്, ഒരാളും എന്നെ മനസ്സിലാക്കരുത്, ഞാനിവിടെ മലന്റെ മുകളിൽ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്നെ ഒരാളും മനസ്സിലാക്കരുതെന്ന് വിചാരിച്ച വലിയൊരു വ്യക്തിത്വമായിരുന്നു ഉവൈസ് ബിൻ ആമിർ എന്നുള്ള വലിയൊരു മഹാൻ. ഔലിയാക്കന്മാരിൽപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ അതാ മഹാനവറുകൾ മരിച്ചുപോയി. അങ്ങനെ മരണപ്പെട്ട സമയത്തതോ മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങള്, അങ്ങനെ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ മരണപ്പെട്ടു പോയി. ആളുകളൊക്കെ അദ്ദേഹത്തെ കഫൻ ചെയ്തു. അങ്ങനെ കഫൻ ചെയ്ത് തിരിച്ചു പോരുന്ന സമയത്തതാ ആളുകൾ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഖബർ കാണുന്നില്ല. വെച്ച സ്ഥലത്ത് നിന്ന് ഖബർ മാഞ്ഞു പോയിട്ടുണ്ട്. ഔലിയാക്കന്മാരുടെ വലിയ കറാമത്താണത്. മുഅ്മിനീങ്ങളെ, നാമൊക്കെ മനസ്സിലാക്കണം, ഔലിയാക്കന്മാരിൽ കറാമത്തുകൾ അത്ര വലിയതാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പ്രതിമകളിലല്ല അവരറിയപ്പെടുന്നത്, അവരെ ഫോട്ടോകളിലല്ല അവരറിയപ്പെടുന്നത്, ലോകമെമ്പാടും അറിയപ്പെടുകയാണ്. കാരണമെന്താ? ഗുഹകളിൽ പോലും മറ്റുള്ള കാടുകൾ പോലും ജീവിച്ചിരുന്ന മഹാരഥന്മാരായിരുന്നവര് അല്ലാഹുവിനെ വലിയ ഇഷ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം ഒക്കെ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് സ്നേഹിക്കണം. അല്ലാഹു സ്നേഹിച്ച ആളുകളെ നാം സ്നേഹിക്കുക എന്നതാണ് ഇതിൽ നിന്ന് പ്രധാനം. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ അല്ലാഹുവിൻ്റെ മഹത്തുക്കളെ സ്നേഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.